ഇന്ന് ആദ്യമായി സ്കൂളിൽ പോകാനിരിക്കെ ഓടയിൽ വീണ് 4.5 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. ഒരു 3-4 വയസ്സൊക്കെയുള്ള കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. വീട്ടിലുള്ള മുതിർന്ന കുട്ടികളും അയൽപക്കത്തുള്ള മുതിർന്ന കുട്ടികളുമൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ അവരും ആഗ്രഹിക്കും ഒരു ദിവസം തനിക്കും സ്കൂളിലേക്ക് പോകണം. യൂണിഫോമൊക്കെ ധരിച്ച് കുടയും ബാഗുമൊക്കെ ആയിട്ട് സ്കൂളിലേക്ക് പോകാൻ അവർ എപ്പോഴും നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും, ഞാനും പോകട്ടെ ചേട്ടൻ്റെ കൂടെ സ്കൂളിൽ, അല്ലെങ്കിൽ ഞാനും പോകട്ടെ ചേച്ചിയുടെ കൂടെ സ്കൂളിൽ. അങ്ങനെ പറയാത്ത ഒരു കുട്ടികൾ പോലും ഉണ്ടാവില്ല. മുതിർന്നവരുടെ ബാഗും ബുക്കൊക്കെ എടുത്ത് സ്കൂളിൽ പോകുന്നതായിട്ട് അഭിനയിക്കുന്ന കുട്ടികളും ഉണ്ടാകും. അവരെ ഉള്ളിൽ അത്രത്തോളം ആഗ്രഹമുള്ളത് കൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ കാണിക്കുന്നതും പറയുന്നതും. അങ്ങനെ ഒരുപാട് ആഗ്രഹം വെച്ചിരുന്ന 4.5 വയസ്സുള്ള അഷികയാണ് മരിച്ചിരിക്കുന്നത്. ഒരു ദിവസം പോലും ആ കുഞ്ഞിന് സ്കൂളിൽ ഇരിക്കാൻ പറ്റിയില്ല. അതിനു മുമ്പേ തന്നെ അവളെ മരണം കവർന്നെടുത്തു. കൊട്ടാരക്കര പള്ളിക്കൽ പാലവിളയിൽ വീട്ടിൽ അനീഷിൻ്റെയും രശ്മിയുടെയും 4.5 വയസ്സുള്ള മകൾ അഷികയാണ് മരിച്ചത്. അപ്പൂപ്പൻ്റെ വീട്ടിൽ അവധിക്കാലം ആഘോഷിക്കാൻ വന്ന കുഞ്ഞ് കളിക്കുന്നതിനിടെ വീടിന് സമീപത്തെ ഓടയിലെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. അവൾക്കായി വാങ്ങിവെച്ച ബാഗും പുസ്തകവും യൂണിഫോമുമൊക്കെ കെട്ടിപ്പിടിച്ച് അവളുടെ അമ്മ പൊട്ടിക്കരയുകയാണ്. യൂണിഫോമും ബാഗും പുസ്തകവുമൊക്കെ ആയിട്ട് സ്കൂളിലേക്ക് പോകാൻ എത്ര കൊതിച്ചതാണ് തൻ്റെ മകൾ. ഒരു ദിവസമെങ്കിലും അവൾ ഒരുപാട് ആഗ്രഹിച്ച ആ സ്കൂളിൻ്റെ പടിക്കെട്ട് കയറാൻ സാധിച്ചില്ലല്ലോ. തന്നെ പോലെയുള്ള ഒരുപാട് പൂമ്പാറ്റകൾക്കൊപ്പം പാറിപ്പറന്ന് നടക്കാൻ സാധിച്ചില്ലല്ലോ. അവൾ ഏറെ കാത്തിരുന്ന ആ ദിവസം വന്നെത്തിയപ്പോൾ അവൾ ഈ ഭൂമിയിൽ ഇല്ലാതെയായി. പള്ളിക്കൽ NSS LPSൽ LKG പ്രവേശനം നേടിയ കുഞ്ഞ് ഇന്ന് ആദ്യമായി സ്കൂളിൽ പോകാനിരിക്കെയാണ് ദുരന്തം. ചവറ പന്മന വിടുതല തളിയാഴ്ച വീട്ടിൽ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും അടുത്ത് 1.5 മാസം മുൻപാണ് അക്ഷയ എത്തിയത്. ഞായറാഴ്ച വൈകിട്ട് വീടിന് സമീപത്തെ ഓടയുടെ സ്ലാബിൽ കൂടി കൂട്ടുകാരുമൊത്ത് സൈക്കിളിൽ ഉരുട്ടി കളിക്കുകയായിരുന്നു. അതിനിടയിലാണ് അപകടമുണ്ടായത്. സ്ലാബ് ഇല്ലാത്ത ഭാഗത്ത് വെച്ച് കാൽ വഴുതി ഓടയിൽ വീണ് ഒഴുകി പോകുകയായിരുന്നു കുഞ്ഞ്. ഉടൻ തന്നെ ഓടയിലിറങ്ങി തിരച്ചിൽ നടത്തിയ നാട്ടുകാർ 300 മീറ്റർ അകലെ കുട്ടിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജൂൺ 2-ന് സ്കൂളിൽ പോകുന്ന സന്തോഷത്തിലായിരുന്നു അക്ഷയ. എല്ലാവരോടും തനിക്ക് പുതിയ പുസ്തകവും ബാഗും കുടയുമൊക്കെ വാങ്ങിയ കാര്യം പറഞ്ഞിരുന്നു. താൻ വലിയ കുട്ടിയാണെന്നും ഇനി സ്കൂളിലേക്ക് പോകുകയാണെന്നും അറിയിച്ചു. അവളുടെ കളിയും ചിരിയും സംസാരവുമൊന്നും കേട്ടവർക്കൊന്നും അവളെ മറക്കാൻ കഴിയില്ല. ഈ ദുരന്തം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആ പൊന്നുമോളെ നഷ്ടമായതോർത്ത് ആ നാടു തന്നെ തേങ്ങുകയാണ്.